ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 തൊട്ടുള്ള 10 വർഷത്തെ 5 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ഒന്ന് കാണാനും വാല്യൂ പോയിന്റ്സ് എഴുതിയെടുക്കാനും ശ്രദ്ധിക്കണേ. ഹലോ കൂട്ടുകാരെ, എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലിലേക്ക് സ്വാഗതം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ കുറെ നാളായിട്ട്. കുറെ എസ്സേസും കാര്യങ്ങളും ഒക്കെ നോക്കി. ഇന്നത്തെ വീഡിയോ പ്രത്യേകമായിട്ട് എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ ഹിസ്റ്ററി, എന്തൊക്കെയാണ് ആദ്യം തൊട്ടേയുള്ള ചോദ്യങ്ങൾ, 2014 തൊട്ട് 2022 വരെയുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ എന്തായിരുന്നു പഴയ പാറ്റേൺ. 250 വേർഡ് എസ്സേ ഉണ്ടായിരുന്നു, അത് മാറിയാണ് 150 വേർഡ് എസ്സേ ആയത് തുടങ്ങിയ കുറച്ച് പ്രൊമൈസസ് നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് 2014 തൊട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ് നമ്മൾ ക്രോസ് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നടന്ന 2012 നടന്ന പരീക്ഷയിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഇല്ലായിരുന്നു എന്ന് കൂടി ഓർത്തിരിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കഴിഞ്ഞുപോയ പരീക്ഷകളാണ്, കഴിഞ്ഞുപോയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ എന്ത് പഠിക്കണം, ഏത് ആംഗിളിൽ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു നേരായ ഒരു ചിത്രം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ പലരും ഇത് ചെയ്യാൻ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് സ്പൂൺ ഫീഡിങ് പോലെ തന്നെ ഇത് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് ഓരോ വർഷവും 2018 എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ വർഷം നടന്ന ആ ഒരു അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് നടന്ന ഫ്ലഡിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ലെസൺ കേരള ലേൺഡ് ഫ്രം ദി 2018 ഫ്ലഡ്സ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പലരും ചോദിച്ചു, ഗാഡ്ഗിൽ കമ്മിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ടോ, മുല്ലപ്പെരിയാർ നമുക്കൊരു വിഷയമായി വരുമോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചോദിക്കാമോ. ഇപ്പം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊട്ട് വർക്ക് പ്ലേസിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്കൊരു പൊട്ടൻഷ്യൽ ടോപ്പിക് ആയിട്ട് വരാം. അവിടെ നമുക്ക് ഹേമ കമ്മിറ്റി ആഡ് ചെയ്യാം, സിനിമ ഇൻഡസ്ട്രിയെ കാണിക്കാൻ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, സ്ത്രീകളായിട്ടുള്ളവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പം നടന്ന കൊൽക്കത്ത റേപ്പ് കേസ് തൊട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ അത്തരത്തില് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ്. പലരും ഫോണിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് എസ്സേ ടോപ്പിക്സ് തരാമോ എന്ന്. നമ്മൾ അങ്ങനെ കൊടുക്കാത്തതിന്റെ പ്രധാന ഒരു കാരണം, ഒന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ അവർക്കെല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്രയും നീണ്ട ലിസ്റ്റ് ഓഫ് എസ്സേസും ആ എസ്സേ എങ്ങനെ എഴുതണം, മോഡൽ എസ്സേസും ഇൻക്ലൂഡ് ചെയ്യേണ്ട വാല്യുബിൾ പോയിന്റ്സും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എസ്സേസ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ബിക്കോസ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു പാറ്റേണിൽ നിന്ന് മാറി കഴിഞ്ഞ വർഷമാണ് രാജ്യത്ത് നടക്കുന്ന സാധാരണ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളുടെ ഒരു പാറ്റേൺ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സ്വീകരിച്ചത്. അതിനു മുമ്പ് മറ്റൊരു പാറ്റേണിലായിരുന്നു ഡിസ്ക്രിപ്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഇപ്പം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സംതിങ് സിമിലർ ടു ദി നാഷണൽ എക്സാംസിന് നടക്കുന്ന പാറ്റേൺ തന്നെയാണ്. അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു മെത്തഡോളജി ഒക്കെ ഉണ്ട്. അത്തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. ഇത്തവണത്തെ നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ അത്തരത്തിലാണ് പ്രിപ്പയർ ചെയ്യിക്കുന്നത്. ആ പ്രിപ്പറേഷനിൽ ഒരു ജനറൽ എസ്സേ ഉണ്ട്, ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ഉണ്ട്, ഒരു ഫിലോസഫിക്കൽ എസ്സേ ഉണ്ട്. ഇത് മൂന്നും ഉണ്ട്. സോ നമുക്ക് എന്തൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുമ്പം ഈ 3 തരത്തിലുള്ള എസ്സേയുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അസച്ച് തരാത്തത്. എങ്കിൽ പോലും നമ്മൾ എൻട്രി ആപ്പിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള 25+ എസ്സേസ് ഉണ്ട്. ജുഡീഷ്യൽ എസ്സേസ് കൂട്ടാതെ തന്നെ 25+ എസ്സേസ് ഉണ്ട്. ആ എസ്സേകളിലെല്ലാം ആ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വായിച്ചിട്ട് പോകണം, വാല്യൂ പോയിന്റ്സ് എഴുതിയെടുത്തിട്ട് പോകണം. ഓക്കെ, സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 2012 ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് കിട്ടുന്നില്ല, അതറിയാമല്ലോ. ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 തൊട്ടുള്ള 10 വർഷത്തെ 5 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് ദി ഹൈ വോൾട്ടേജ് റിവിഷൻ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. 2014 ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേണിലല്ല പരീക്ഷ നടന്നിട്ടുള്ളത്.
ഇപ്പോഴത്തെ എക്സാം നടക്കുന്നത് 60 മിനിറ്റിലാണ്. അതിന് 60 മാർക്കുമാണ് എക്സാമിനുള്ളത്. 1 മണിക്കൂറത്തെ പരീക്ഷയ്ക്ക് 60 മാർക്കാണ് നിലവിലത്തെ പരീക്ഷ. പക്ഷെ 2014 നടന്ന പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് 30 മിനിറ്റ് ആണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതായത് അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പരീക്ഷയായിരുന്നു 2014 ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? ഒന്ന്, ലെറ്റർ ചോദിച്ചിട്ടുണ്ട്. ലെറ്ററിൽ 10 മാർക്കാണ്. ലെറ്ററിന് എന്താണ്? 10 മാർക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രിസിയെ പോലെ അന്നത്തെ ലെറ്ററിന് 10 മാർക്കാണ്. 2 ലെറ്റർ റൈറ്റിംഗിന് എക്സാമ്പിൾസ് ചോദിക്കും, 2 ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഫോർമൽ ആയിട്ടുള്ള ഒരു ലെറ്ററും തരും, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലെറ്ററും തരും. അതിൽ നിന്ന് ഒരു ലെറ്റർ നമ്മൾ എഴുതിയാൽ മതിയാവും. ആ ഒറ്റ ലെറ്ററിനാണ് 10 മാർക്ക്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ലെറ്റർ റൈറ്റിംഗിന് 10 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻ തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ എഴുതാം, അതല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ എഴുതാം. രണ്ടിൽ ഏതിനായാലും ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. എനി ഓഫ് ദി ഫോളോയിങ് 2 എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. നോക്കിയേ, ആദ്യത്തേത് എഡിറ്ററിന് എഴുതുന്ന ലെറ്റർ ആണ്. ലെറ്റർ ടു എഡിറ്റർ എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യം തന്നെ. റിഗാർഡിംഗ് വേസ്റ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ വേണം, അതിന് എന്തൊക്കെ മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, സൊസൈറ്റിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് എഴുതുന്ന വളരെ ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ടു എഡിറ്റർ ആണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓണം ഹോളിഡേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിനെ വിളിക്കുന്നു. നിങ്ങൾക്കറിയാം ഈ എക്സാം നടക്കുന്ന ടൈം ഒക്കെ ഏതാണ്ട് നിങ്ങൾക്ക് അറിയാം. സോ ഓണം ഹോളിഡേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന ഒരു ലെറ്റർ ആണ്, വിച്ച് ഇസ് ഇൻഫോർമൽ ലെറ്റർ ആണ്. സോ ഒരു ഫോർമൽ ലെറ്ററും ചോദിച്ചിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ, വേസ്റ്റ് മാനേജ്മെന്റ്, ഇത് നമുക്ക് എസ്ഐക്ക് വേണ്ടുന്ന ഒരു ടോപ്പിക് ആണ്. നമ്മളത് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ഒന്നുകൂടെ ഒന്ന് കാണാനും വാല്യൂ പോയിന്റ്സ് എഴുതിയെടുക്കാനും ശ്രദ്ധിക്കണേ. രണ്ടാമത്തത് ലെറ്റർ ടു ഫ്രണ്ട് ആണ്. ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ, ഓണം ഹോളിഡേ പറ്റിയുള്ള ലെറ്റർ. ഇത് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഭംഗിയായിട്ട് എഴുതണം. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക, അരമണിക്കൂറിന്റെ പരീക്ഷയായിരുന്നു 2014 ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ശേഷം പ്രിസി 10 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം തുടങ്ങിയ നാൾ തൊട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രിസി. ലെറ്റർ മാറി എസ്സേ വന്നതെങ്കിലും നമ്മൾ ഇപ്പോഴും പ്രിസി എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ലെറ്റർ മാറി റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ എസ്സേ, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും, പാറ്റേൺസിൽ ചേഞ്ച് വരുന്നു എങ്കിൽ പോലും നമ്മൾ ആദ്യം തൊട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണ് പ്രിസി. അതിന്റെ മാർക്ക് ഡിവിഷനിലും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 10 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ടൊബാക്കോ, മൂവീസിൽ കാണിക്കുന്ന ടൊബാക്കോ, ഡ്രഗ്സ്, ഇതൊക്കെ ആൾക്കാരെ എങ്ങനെ ഈ ഒരു വലയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എസ്സേ ടോപ്പിക്ക് ചോദിക്കാം. സിനിമ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ സിനിമയ്ക്ക് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ലൈഫിൽ ഉണ്ടോ? ഡ്രഗ്സ് ആയിക്കോട്ടെ, നമ്മുടെ റീസെന്റ് മൂവീസിലൊക്കെ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഇത് കാണുന്നത് അഡൾട്ട് മാത്രമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഗ്രൂപ്പ് അല്ല, സ്റ്റുഡൻസ് വരുന്ന അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികൾ വരെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് കാണുന്നത്. സോ അവരിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണോ? പ്ലസ് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ വ്യാപകമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന കേസുകളുണ്ട്, ഇൻസിഡൻസ് ആൻഡ് അനക്ഡോട്ട്സ് ഒക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ യു ക്യാൻ റൈറ്റ് ഇഫ് ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ എസ്സേ ടോപ്പിക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അതർവൈസ് ആ ഒരു പ്രിസിയിൽ മൂവീസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതിനെ നിങ്ങൾ 1/3 ആയിട്ട് ചുരുക്കാനാണ് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ എസ്സേസ് തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, 2014 എസ്സേ ചോദിച്ചത് 250 വേർഡ്സ് ആയിട്ടാണ്. 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. നമ്മുടെ പല കുട്ടികളും പറയാറുണ്ട് 150 വേർഡ്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ക്ലാസ് വേണം, നമ്മൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ഡിസ്കഷനിലാണ്. നമ്മളത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തരും. എൻ്റെ തന്നെ നമ്മുടെ ഗോൾഡ് ബാച്ചിലർ സ്റ്റുഡൻസിന് വേണ്ടി ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോർമൽ ബാച്ചിനും അതിന്റെ വീഡിയോസ് എല്ലാം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. എങ്കിൽ പോലും 150 വേർഡ് പാക്കായിട്ട് എങ്ങനെ തരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എക്സാമിന് ഒക്ടോബർ വരെ സമയമുള്ളത് കൊണ്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ടൈമുണ്ട്. എന്നിരുന്നാലും ഓർക്കുക, ഷോർട്ട് നോട്ടീസിലാണ് ഈ 250 വേർഡ് എസ്സേ 150 ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ എത്ര ആണ് വേർഡ് ലിമിറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് മാത്രമേ എസ്സേ എഴുതി തുടങ്ങാവൂ, എസ്സേ പ്ലാൻ ചെയ്ത് തുടങ്ങാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ വേർഡ് ലിമിറ്റ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കണം. 150 ആണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും നോക്കി 2014
എസ്സേയുടെ വേർഡ് ലിമിറ്റ് കിടക്കുന്നത് 250 വേർഡ്സ് ആണ്. 250 വേർഡ്സിൽ എക്സീഡ് ചെയ്യാതെ. പിന്നെ അന്ന് ഒരു എസ്സേ എഴുതിയാൽ മതിയായിരുന്നു. അതുകൂടി നിങ്ങളൊന്ന് ഓർക്കണം. 2 എസ്സേസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു എസ്സേ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. 20 മാർക്കിനായിരുന്നു ഒരു എസ്സേ. അതായത് ഒരു സിംഗിൾ എസ്സേക്ക് 20 മാർക്ക്, അതിന് 250 വേർഡ്സ്. അതായിരുന്നു ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് വാസ് ആക്ച്വലി കുറച്ച് നല്ല നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഒറ്റ എസ്സേയിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ്. നോക്കിയേ എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്. ഇമ്പാക്ട് ഓഫ് ദ ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രന്റ് ലേബറേഴ്സ് ഓൺ ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള. ഇപ്പോഴും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ സാമൂഹികപരമായ മറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മൈഗ്രന്റ് ലേബേഴ്സിന്റെ പങ്ക്, ഈ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ പങ്ക് എന്നുള്ളത്. ഒന്ന്, ഇക്കണോമിക്കലി നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ളവർക്ക് ഒരുപാട് ജോബ് ലോസ് ആയി. നമ്മൾ ഡീസ്കിൽ ചെയ്യപ്പെട്ടു, നമുക്ക് ജോലി കിട്ടാതെയായി. നമ്മൾ ഈ നമ്മുടെ കൂലി പലർക്കും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ചീപ്പ് ലേബേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവരെ പല കോൺട്രാക്ടേഴ്സും പല മൾട്ടിനാഷണൽ കമ്പനികളും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇക്കണോമിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. അതൊരു കാര്യം. 2, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇക്കണോമിക്കലി നമ്മുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വളരാൻ ഇവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കമ്പനീസ് പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ, നമ്മുടെ വീടുകൾ പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ. സോ ആ ഒരു ആസ്പെക്റ്റിലും യു ക്യാൻ റൈറ്റ്. ദെൻ സോഷ്യലി ഇവരെങ്ങനെ അഫക്റ്റ് ചെയ്തു. ഇപ്പൊ പെരുമ്പാവൂരൊക്കെ ഒരുപാട് പേര് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അവിടങ്ങളിൽ മൈഗ്രന്റ് ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കൾച്ചറിലേക്ക് ആ സ്ഥലം പോകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലുള്ളവർ തന്നെ നേറ്റീവ് അല്ലെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ അസ്വസ്ഥരാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് റീസെന്റ് ആയിട്ട് 2022 തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് അവിടുത്തെ കുട്ടികൾ സുരക്ഷിതരല്ല, അവർ തന്നെ അവരുടെ കുട്ടികളെ ആക്രമിക്കുന്നു, നമ്മുടെ കുട്ടികളെ ഒക്കെ നമ്മളൊരു പേടിയോടുകൂടിയാണ് പുറത്തോട്ട് വിടുന്നത്. സോ അത്തരത്തിൽ ആ ഒരു കൾച്ചർ ഇങ്ങോട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മന്ത് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ്, അത് അവരുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അൺഹൈജീനിക് ആയിട്ട് ജീവിക്കുന്ന, ബിക്കോസ് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചുറ്റുപാടിലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു അവസരത്തിൽ ജീവിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരുന്നു. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സോഷ്യൽ ഈവിൾസും നമ്മുടെ ഇടയിലോട്ടും വരുന്നുണ്ട്. സോ അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം യു ക്യാൻ റൈറ്റ്. അത്തരത്തിലുള്ള ഒരു എസ്സേ ആണ്, ഒരു 250 വേർഡ് എസ്സേ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഓൾ ദോസ് തിങ്സ്. അത്യാവശ്യം വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദെൻ 20 മാർക്സിന് അവർ 2 എസ്സേ തന്നിട്ട് 2-ൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. രണ്ടാമത്തെ എസ്സേ ടോപ്പിക് ഇതാണ്. ഈസ് ദ proliferation ഓഫ് ഇലക്ട്രോണിക് മീഡിയ അക്യൂസിംഗ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വാല്യൂസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫാമിലി ലൈഫ്. അതായത് മീഡിയ എഗെയിൻ ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. മീഡിയ നമ്മുടെ ഫാമിലി ലൈഫിനെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും വാല്യൂസിനെ ബാധിക്കുന്നുണ്ടോ? അപ്പം 2 ആസ്പെക്ട് ഉള്ള എസ്സേ ടോപ്പിക് ചോദിക്കുമ്പോൾ 2 ആസ്പെക്ട് നിങ്ങൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ടൈം പറഞ്ഞതാണ്. ഇവിടെ മീഡിയയും ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂസും ഉണ്ട്. മീഡിയ വരുമ്പം വാല്യൂസ് എങ്ങനെ മാറുന്നു. ഹോം എന്ന് പറയുന്ന ഫിലിം യു ക്യാൻ സൈറ്റ്. ഹോം എന്ന് പറയുന്ന ഫിലിമിൽ കൃത്യമായിട്ട് ആ ബോണ്ടിങ് കുറയുന്നതിനെ പറ്റിയും കമ്മ്യൂണിക്കേഷൻ കുറയുന്നതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വരുമ്പോൾ വി ആർ ആക്ച്വലി ലിവിങ് ഇൻ എ വിർച്വൽ പ്ലാറ്റ്ഫോം ആൻഡ് നമുക്ക് അവിടെ വിർച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. യു ക്യാൻ റൈറ്റ് അബൌട്ട് ഇൻസ്റ്റൻസസ് ഓഫ് വിമൻ ഹു ആക്ച്വലി ഫെൽ ഇൻ ലവ് വിത്ത് ആ വിർച്വൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇഷ്ടത്തിലാവുകയും നേരിട്ട് അവരെ കാണുമ്പം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുന്നു. സോ അതിന്റെ ക്രെഡിബിലിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കാരണം ഒരു വിർച്വൽ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ വീടുകളിൽ, അത് കൃത്യമായിട്ട് ഫാമിലിയിൽ പറയുന്നുണ്ട്, സൊസൈറ്റിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുട്ടികൾ തന്നെ അഡിക്റ്റഡ് ആവുമ്പം കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, സംസാരിക്കുന്നില്ല, വാക്കുകൾ പയ്യാണ് വരുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഓൾ ദോസ് തിങ്സ്. ഒരു മൾട്ടിപ്പിൾ രീതിയിൽ ഇലക്ട്രോണിക് മീഡിയാസ് ഏതൊക്കെയാണ് ഉൾപ്പെടെ എഴുതി. ആൻഡ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വാല്യൂസ്, ഫോർ എക്സാമ്പിൾ പോണോഗ്രാഫി ഒക്കെ തന്നെ വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്നു, സെക്ഷൽ എക്സ്പെക്ടേഷൻസ് കൂടുന്നു, ആൻഡ് നമ്മുടെ ഡിസയേഴ്സ് കൂടുന്നു. അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫാമിലിയിൽ ഇഷ്യൂസ് വരുന്നു. ആൻഡ് ദെൻ വേറൊരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ ഒരിക്കലും സ്റ്റാറ്റസ് ഇടാറില്ല. വാട്സപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒരിക്കലും നമ്മൾ സ്റ്റാറ്റസ് ഇടാറില്ല. വാട്ട് വി ആർ പ്രൊജക്ടിങ് ഈസ് ദി ഹാപ്പി ഫേസ്. നമ്മുടെ ഒരു ഹാപ്പി ഫേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും പ്രൊജക്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മറ്റുള്ളവരുടെ ഹാപ്പി ആയിട്ടുള്ള ഫേസസ് കണ്ട് മാത്രം നമ്മൾ സ്വയം കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് നമ്മുടെ മാത്രമാണ്
സക്സസ്ഫുൾ അല്ലാത്തൊരു ബന്ധം, അല്ലെങ്കിൽ സക്സസ്ഫുൾ അല്ലാത്തൊരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി, കരിയർ എന്നൊക്കെ നമ്മൾ സ്വയം കമ്പയർ ചെയ്യുകയും അതുമൂലം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വയം എപ്പോഴും ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് സോഷ്യൽ മീഡിയസിലുണ്ട്. പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. പിന്നെ വാല്യൂസിന്റെ ഡിസിന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം എഴുതാം. കൂടുതലായിട്ട് ഇപ്പം ഈ ഒരു ജനറേഷന്റെ, നമ്മൾ ഈ ആഴ്ചത്തെ ഒരു പത്രത്തിൽ കണ്ടതാണ്, നമ്മുടെ ഈ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻഷ്യലി എങ്ങനെ സ്റ്റേബിൾ ആവാം എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ജനറേഷനാണ്. അതായത് ഇക്കണോമിക്കലി കുറച്ച് സെറ്റിൽ ആവണം, എങ്ങനെയും കാശുണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നീങ്ങുന്നു, എല്ലാം നമ്മുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പൊ വാല്യൂസ്, എന്തിനൊക്കെയാണ് നമ്മൾ ഇപ്പം വാല്യൂ ചെയ്യുന്നത്? നമ്മൾ പഴയ ബന്ധങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും ഒരു വാല്യൂയും കൊടുക്കുന്നില്ല. സോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എഴുതാനും അത് പറ്റണം. അതുപോലെ തന്നെ സോഷ്യൽ ലൈഫ് കുറയുന്നു, കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, കുട്ടികളായാലും ലൈബ്രറികളിലോട്ട് പോകുന്നില്ല. സോ അത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസും യു ക്യാൻ റൈറ്റ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഈസ് ദി മെയിൻ തിങ്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, എസ്സേ എഴുതിയിട്ട് കാര്യമില്ല. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലാക്ക് ഓഫ് എംപതി, ലാക്ക് ഓഫ് ആക്റ്റീവ് ലിസണിങ്, ഇതൊന്നുമില്ല. നമ്മൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജസ്റ്റ് വി ആർ ആക്ച്വലി സ്ക്രോളിങ് ഇൻ ദി ഫോൺ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യു ഷുഡ് റൈറ്റ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. ഓക്കെ, വലിയ പാടില്ലാത്ത എസ്സേ ടോപ്പിക്സ് ആണ് 2014 നമ്മൾ കണ്ടത്. പ്രിസി ആയാലും അത്ര ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു, ലെറ്റർ ആയാലും കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മൂവിങ് ഫോർവേഡ്, 2016 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 2016 കേരള ഹൈക്കോർട്ടിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. റിക്രൂട്ട് നമ്പർ 3/2016 ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് ആൻസറിലാണ്, അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ ആദ്യമായിട്ട് ആൻസർ ഷീറ്റ് കൂടി ക്വസ്റ്റ്യൻ കൂടെ വന്നു തുടങ്ങിയത്. അപ്പൊ നമ്മൾ അവൈലബിൾ ആവുന്നത് ആൻസർ ഷീറ്റ് കൂടിയാണ്. അപ്പം ആ ഒരു ആൻസർ ഷീറ്റിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് നമ്മൾ ആൻസേഴ്സ് എഴുതണം, എന്തുമാത്രം എഴുതണം എന്നൊക്കെ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ആൻസർ എഴുതാനുള്ള സ്ഥലം കൂടി വരുന്ന ഒരു ബുക്ക്ലെറ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഇപ്പോഴും ബുക്ക്ലെറ്റ് ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. ബുക്ക്ലെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2016 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കിക്കേ, ലെറ്റർ റൈറ്റിംഗ് ഇവിടെയും ഉണ്ട്. ലെറ്റർ റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, രണ്ടിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതിയാൽ മതി. ടോപ്പിക്സ് നോക്കാം. ഒന്ന് ഫോമൽ ആണ്, ആദ്യത്തെ ലെറ്റർ ഫോമൽ ആണ്. കംപ്ലൈന്റ് ടു ആൻ അതോറിറ്റി ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ഹീഡഡ്, ലെറ്റർ ടു ദി സുപ്പീരിയർ ഓഫീസർ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു അതോറിറ്റിയോട് ഏതെങ്കിലും ഒരു, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ എഴുതാവുന്ന ഒരു ഇമാജിനറി സ്പേസ് തരുന്ന ഒരു ലെറ്റർ ആണ്, ലെറ്റർ റൈറ്റിംഗ് ആണ് ഫോമൽ ലെറ്റർ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു അതോറിറ്റിയോട് എന്തോ കംപ്ലൈന്റ് പറയുന്നു, പക്ഷെ അവരിത് കേൾക്കുന്നില്ല. സോ അവരുടെ സുപ്പീരിയർ ഓഫീസറോട് അതിനെപ്പറ്റി, അതായത് താഴെയുള്ള ഒരാൾ പറഞ്ഞിട്ട് നിയമപരമായിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട ആൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പവറിൽ ഇരിക്കുന്ന ആള് ആ പവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് യു ആർ റൈറ്റിംഗ് എ വെരി ഫോമൽ ഹൈപ്പോത്തറ്റിക്കൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതാണ്. ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ഭയങ്കര സൂപ്പർ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ, ഈവൻ നമുക്ക് ലെറ്റർ ഇല്ല, എസ്സേ ഉണ്ട്, ഞാൻ എപ്പോഴും പറയും നമ്മുടെ സെലക്ഷനിലാണ് നമ്മുടെ ആദ്യത്തെ മാർക്ക് ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പലരും കാണിക്കുന്ന ഒരു അബദ്ധം, വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആരും എഴുതാത്തൊരു എസ്സേ ഞാനങ്ങ് എഴുതാം എന്ന് പറഞ്ഞ് എഴുതും. പക്ഷെ ദാറ്റ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു മാർക്കൊന്നും, സ്പെഷ്യൽ മാർക്കൊന്നും എൻഷുർ ചെയ്യത്തില്ല. പക്ഷെ ഒരു യുണീക്നെസ് തോന്നും, വായിച്ച് വരുമ്പോൾ ഒന്ന് മാറി വായിക്കുന്നതിന്റെ ഒരു സുഖം വായിക്കുന്ന ആൾക്ക് തോന്നും. പക്ഷേ നമുക്ക് വേണ്ടത് മാർക്കാണ്, നമുക്ക് ആരെയും പ്ലീസ് ചെയ്യുന്നതല്ല വേണ്ടത്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എസ്സേ ഏതാണോ ആ എസ്സേ അറ്റംപ്റ്റ് ചെയ്യാവും. നോക്കിയേ, ഇവിടെ ഇത് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. you can actually build some hypothetical situations, you can actually give some points ഒക്കെ കൊടുക്കാം. സോ അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത്, കൺഗ്രാജുലേഷൻ ലെറ്റർ ടു എ ഫ്രണ്ട് ഫോർ ദി സക്സസ് ഇൻ എക്സാമിനേഷൻ. ഒരു പരീക്ഷയിൽ വിജയിച്ച കൂട്ടുകാരന് സക്സസ് നേർന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ലെറ്റർ ആണ്, ഇൻഫോർമൽ ലെറ്റർ ആണ്. ഏതെങ്കിലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ പരീക്ഷ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തന്നെ ജയിച്ചല്ലോ, നീ മിടുക്കനായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ നീ ക്ലിയർ ചെയ്തത്, എനിക്ക് അടുത്ത അറ്റംപ്റ്റ് എഴുതാൻ
താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് യു ക്യാൻ റൈറ്റ്. ഇറ്റ്സ് എപ്പോഴും ലെറ്റർ റൈറ്റിംഗിലൊക്കെ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, പക്ഷെ എസ്സേയിലൊക്കെ നമുക്ക് അത്ര ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫ്രീഡം ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ എക്സാം പാറ്റേൺ ചേഞ്ച് ആയി വരും തോറും നമ്മുടെ എക്സാം കൂടുതൽ ഫോമൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ എസ്സേയിലോട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് RC ഒക്കെ വന്നപ്പോഴത്തേക്കിന് ശരിക്കും ഫോമൽ, ഇവിടെ ഒരു ഇമാജിനേറ്റീവ് ഫ്ലെയർ ഉള്ളവരൊക്കെ ഇവിടെ ഈ എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്ത് കാണും. പക്ഷെ നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ഫോമൽ ആയിട്ടുള്ള, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇപ്പൊ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഓർത്തിരിക്കുക, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. 2016 പ്രിസിക്ക് ചോദിച്ചത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പാസേജ്, കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറുതാ, അതിനെ പിന്നെ 1/3 ആക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ സൂപ്പർ സ്കോറിംഗ് ആണ്. ബിക്കോസ് ആദ്യം തന്ന പാർട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ലോ. പ്രിസിക്ക് ചോദിച്ചത് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ അനിവാര്യത, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാവുന്ന മെറിറ്റ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പാസേജ് ആയിരുന്നു ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വലിയ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം വേണ്ട ഡേറ്റാസ് മാത്രം തരുന്ന ഒരു പാസേജ് ആണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. നമ്മൾ ഇനിയുള്ള സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ ഈ പ്രിസി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് റിവൈസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രിസിയുടെ റിവിഷൻ നടത്താവുന്നതാണ്. ഓക്കെ, സോ ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രിസിക്ക് ചോദിച്ചത്. ഇറ്റ് വാസ് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഒന്നായിരുന്നു. ദെൻ എസ്സേ പറ്റി നോക്കുമ്പോൾ എനി വൺ ടോപ്പിക് നോട്ട് എക്സീഡിങ് 250 words. അപ്പം 2 എസ്സേ തന്നിട്ട് എഗെയിൻ ആ പഴയ പാറ്റേണിൽ തന്നെ 2016 അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. 250 വേർഡ്സിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി മാത്രം എഴുതിയാൽ മതി. ആ എസ്സേക്ക് 20 മാർക്ക് ആയിരിക്കും. നമുക്ക് നോക്കാം. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദിസ് സെഞ്ച്വറി. നിങ്ങൾക്ക് എഴുതാൻ ഫ്രീഡം തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനെ പറ്റിയെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തത്തെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ അതിനെ പറ്റി എഴുതാം. അത് ആര് കൊണ്ടുവന്നു എന്ന് എഴുതാം, ഏത് രാജ്യമാണ്, അതിന്റെ അനിവാര്യത, എന്തുകൊണ്ടാണ് അത് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതുകൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജസ്, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി സെലക്ട് ചെയ്യണം എന്ന് എഴുതാം. ഏതെങ്കിലും ഒരു വലിയ രോഗത്തിന്റെ വാക്സിൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ രോഗത്തിന്റെ മെഡിസിൻ ആകാം, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആകാം, ദാറ്റ് ആക്ച്വലി ചേഞ്ച്ഡ് മില്യൺസ് ഓഫ് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ഏതെങ്കിലും ഒരു ഉപകരണമാകാം. സോ എനിത്തിങ് യു ക്യാൻ റൈറ്റ് അബൌട്ട് എനിത്തിങ്. പക്ഷെ നിങ്ങൾക്ക് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ജനറൽ പേപ്പറിന് പഠിക്കുന്ന അറിവ് മതിയാവും. സോ ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാമെങ്കിൽ, നമുക്കൊരു കാര്യത്തിന്റെ A to Z കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇപ്പം ചില വാക്സിൻസിന്റെ കഥയുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതും അത് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നതും ശരിക്കും പട്ടികടിയേറ്റ് വിഷമിച്ച് ഒരമ്മ കുഞ്ഞിനാണ് കടിയേക്കുന്നത്. അമ്മ എന്ത് വേണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു വാക്സിൻ പ്രയോഗിക്കുന്നത്. പക്ഷെ അത് സെഞ്ച്വറിയുടെ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അതൊക്കെ എന്ന് പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഉള്ള ഡിസ്കവറീസ് ആണ്. സോ അത്തരത്തില് എന്തെങ്കിലും കഥയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കവറി പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു എസ്സേ ആണിത്. അല്ല എങ്കിൽ ഇപ്പം നമ്മൾ വേഗമായിട്ടാണ്, നമുക്ക് അങ്ങനെ ഒന്നിന്റെയും പ്രത്യേകിച്ച് കംപ്ലീറ്റ് കഥയൊന്നും അറിയത്തില്ലെങ്കിൽ രണ്ടാമത്തെ എസ്സേ എഴുതാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നിർബന്ധിതരാവും. സോ സെക്കൻഡ് എസ്സേ, പീപ്പിൾ ഹാവ് ബിക്കം ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ടെക്നോളജി. ടെക്നോളജിയിൽ ആൾക്കാർ വളരെയധികം ഡിപ്പെൻഡന്റ് ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പം യു ക്യാൻ റൈറ്റ് എസ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് കൂട്ടുന്നത് നമ്മൾ ഇപ്പം എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും മൊബൈലിലെ കാൽക്കുലേറ്റർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കൂട്ടാൻ വയ്യ, നമ്മൾ പല കാര്യം നമ്മൾ മെന്റലി അത്ര ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഈസ് വെരി റെയർ അല്ലെങ്കിൽ വെരി ലെസ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. ആൻഡ് യു ക്യാൻ റൈറ്റ് AI ഉപയോഗിച്ച് തന്നെ. ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ എപ്പോഴും പൊട്ടൻഷ്യൽ ടോപ്പിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോഴത്തേക്കും നമുക്കൊരു സെമിനാർ ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ AI കൊടുക്കുകയാണ്. സോ ടെക്നോളജിയിൽ നമ്മൾ നന്നായിട്ട് ഡിപ്പെൻഡന്റ് ആയി. ലൈക്ക് വൈസ് ഹൗസ് ഹോൾഡ് കോഴ്സ് നമ്മൾ അതൊന്നും ചെയ്യാതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. സോ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ടെക്നോളജിയിൽ ഡിപ്പെൻഡന്റ് ആയത്. ലൈക്ക് ആ തിരിച്ച ജീവിതത്തിലോട്ട് വരാൻ നമുക്ക് താല്പര്യമില്ല. ദാറ്റ് ആക്ച്വലി കോസ്റ്റ് അവർ ഹെൽത്ത്, ഇമോഷണൽ വെൽബീയിങ്, അവർ മെന്റൽ കപ്പാസിറ്റീസ്, അത്തരത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് നഷ്ടമാവുന്നത്, ഇതിൽ നിന്ന് ആരാണ് പവർ എടുക്കുന്നത്, അതായത് ഇതിൽ നിന്ന് ആരാണ് പ്രോഫിറ്റ് എടുക്കുന്നത്, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് പ്രോഫിറ്റ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. സോ അത്തരത്തിൽ കോംപ്രിഹെൻഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എസ്സേ ആണ്. എങ്കിലും ഞാൻ പറയും
ടോട്ടലി നിങ്ങൾക്ക് അറിയാം. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ്, നന്നായിട്ട് ഒരു കാര്യത്തിനെ പറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ സ്കോറിംഗ് പാർട്ട് ആയിട്ടുള്ള എസ്. ഓക്കെ, ഓർത്തിരിക്കണേ. ഇതാണ് ആ ഒരു പാറ്റേൺ. 2016 ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒന്ന് ടഫ് ആയതായിട്ട് എസ്സേയിൽ നമുക്ക് ഫീൽ ചെയ്യാം. 2018 പ്രത്യേകത എന്താ? ഒരുപാട് പ്രശ്നങ്ങൾ വന്ന, നമുക്ക് ഒരുപാട് എന്താ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നേച്ചർ വൈസ് ആയിട്ട് പ്രശ്നങ്ങളും നമ്മൾ കുറച്ച് അതിജീവിച്ച ജനതയൊക്കെ ആവുന്ന വർഷമാണ്. സോ അത് നമുക്ക് എസ്സേയിൽ കാണാനുണ്ട്. ഇവിടെ ലെറ്റർ റൈറ്റിംഗ്, ഇവിടെ നമുക്കൊരു വ്യത്യാസം ഒന്നും കാണാനില്ല. ലെറ്റർ റൈറ്റിംഗ് 10 മാർക്ക് തന്നെ, പ്രിസി 10 മാർക്ക് തന്നെ, എസ്സേ റൈറ്റിംഗ് 20 മാർക്ക് തന്നെ. അപ്പൊ എസ്സേ രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. പ്രിസി 10 മാർക്ക് തന്നെ. അതുപോലെ തന്നെ എന്താണ് ലെറ്റർ റൈറ്റിംഗും 2 ക്വസ്റ്റ്യൻ തന്നിട്ട് 10 മാർക്ക് തന്നെ. അപ്പൊ 2018 നമുക്ക് ഒരു വിസിബിൾ ചേഞ്ചും മാർക്ക് അലോക്കേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റിങ്ങിലോ കാണാൻ പറ്റുന്നില്ല. സോ ലെറ്റർ റൈറ്റിംഗിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 10 മാർക്കാണ് ലെറ്റർ റൈറ്റിംഗ്. എല്ലാ തവണയും നമ്മൾ പറയുന്നത് പോലെ തന്നെ 10 മാർക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഡിറ്റർക്കാണ്. എഡിറ്റർക്ക് ഫോർമലായിട്ട് ചോദിക്കാവുന്ന എസ്സേ ആണ്, ഫോർമലായിട്ട് ചോദിക്കാവുന്ന ലെറ്റർ ആണ്. എഡിറ്റർക്ക് ഉള്ള ലെറ്റർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയെ പറ്റിയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് കുട്ടികളിൽ കാണുന്ന ഭാരക്കൂടുതൽ, അതായത് ഒബിസിറ്റി, അവർക്ക് വണ്ണം. നമുക്ക് എപ്പോഴും ചബ്ബി ബേബീസിനെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരെല്ലാവരും കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു, അനാവശ്യമായിട്ട് ആഹാരം കൊടുക്കുന്നു. ഫീഡിങ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും സെർലാക്കും നാൻപ്രോയും ഒക്കെ നമ്മൾ കൊടുക്കുന്നു. ബിക്കോസ് ആരോഗ്യം എന്ന് പറയുന്നത് വണ്ണം ഉള്ളതാണ് എന്നൊരു ധാരണ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു വിദ്യാധാരണയായിട്ടുണ്ട്. ടു സ്കിന്നി ആയിട്ടുള്ളവരെ എന്തോ അസുഖം ബാധിച്ചവരെ പോലെയാണ് നമ്മൾ കാണുന്നത്. സോ ഹെൽത്ത് എന്ന് പറയുന്നത് ആൾക്കാരുടെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിലാണ്. ആൻഡ് ഫിസിക്കലായിട്ട് കുറച്ച് ഉള്ളവരാണ്, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള എന്നെ പോലുള്ളവരാണ് എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെയല്ല. കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതൊരു നഗ്ന സത്യമാണ്, എത്ര വണ്ണം ഉണ്ടെങ്കിലും. സോ സൊസൈറ്റിയുടെ ഒരു സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒരു ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ പറ്റിയാണ് നമ്മൾ എഡിറ്റർക്ക് കത്തെഴുതുന്നത്. എന്തിനാ എഡിറ്റർക്ക് കത്തെഴുതുന്നത്? ബിക്കോസ് ഒബിസിറ്റിയെ പറ്റി എഡിറ്റർ ബോധവാൻ ആവണം, എന്നിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ അതിനെ പറ്റി എഴുതണം, അല്ലെങ്കിൽ ആ ലെറ്റർ പബ്ലിഷ് ചെയ്യണം. സോ ദാറ്റ് ആൾക്കാർ കുട്ടികളെ അനാവശ്യമായിട്ട് വണ്ണം വെപ്പിക്കുന്നത് നിർത്തണം. ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു എസ്സേ ആയിട്ട് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു യങ് അല്ലെങ്കിൽ ഒരു 30 പെട്ടെന്ന് നമ്മൾ ഏജ് ആവും എന്നുള്ളത് ഒരു കാര്യം. അതിലും ഇമ്പോർട്ടൻറ്റ് ഓവർ പ്രോട്ടീനേഷ്യസ് ആയിട്ടും ഓവർ ഒബിസിറ്റി എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. ഒബിസിറ്റി അല്ലെങ്കിൽ ഫാറ്റ് നമ്മൾ കൂടുതലാവും തോറും നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. അത് മാത്രമല്ല ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് കുറയും, നമ്മൾ വർക്കഹോളിക് അല്ലാതാവും, നമ്മൾ ലേസി ആവും, ലെഥാർജി വരും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് സോ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസും വരും. എന്നിട്ട് നമ്മുടെ ഹെൽത്തിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി. പിന്നെ ചൈൽഡ്ഹുഡ് ഒബിസിറ്റിക്ക് വേറൊരു കാര്യമുണ്ട്. കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടാതിരിക്കുക, ഫുൾ ടൈം TV വെച്ച് കൊടുക്കുക, ഫുഡ് മാത്രം കൊടുത്തിട്ട് അവരെ വീട്ടിൽ നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ മാത്രം നിർത്തുക, കുട്ടികളെ മണ്ണിൽ ഇറക്കാതിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ പറ്റി ആ ട്രെൻഡുകളെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ലെറ്റർ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കും വളരുമ്പം. അവർ ആ ഒരു ഡസ്റ്റ് ഒന്നും അവർ അടിക്കുന്നില്ല. സോ അതിന്റെ ഒരു പ്രശ്നം അവർക്ക് ഭാവിയിൽ വരും. അവർക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും, അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരാം, അവരുടെ വർക്കിനെ അവരുടെ മെന്റൽ ഹെൽത്തിനെ ഒക്കെ ഇത് ബാധിക്കാം. പല റിസർച്ചുകളും പറഞ്ഞിട്ടുണ്ട് മെന്റൽ ഹെൽത്ത് ഒബിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അമ്മമാര് ശ്രദ്ധിക്കണം, അല്ലെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ സൊസൈറ്റി ഇതിലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു എസ്സേ ആയിരിക്കണം, ലെറ്റർ ആയിരിക്കണം. കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ലെറ്റർ റൈറ്റിംഗ് എസ്സേ ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണിത്. എസ്സേ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതാണ്, ലെറ്റർ റൈറ്റിംഗ് ആണ്. എങ്കിൽ പോലും സബ്സ്റ്റാൻഷ്യൽ പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചോണേ. ഇതിപ്പോ എസ്സേ ആയിട്ട് വരുമ്പോൾ വാല്യൂ പോയിന്റ്സ് ഇല്ലെങ്കിലും മാർക്ക് കിട്ടത്തില്ല. നമുക്ക് വെറുതെ പോയി ബ്ലർബ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും വാല്യൂ പോയിന്റ്സ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, സ്കോർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ചിലർ ഡിസ്ക്രിപ്റ്റീവ് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടി വരും, എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ വാല്യൂ പോയിന്റ്സ് ആണ് മാറ്റർ ചെയ്യുന്നതെന്ന് ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന കാര്യമാണ്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോണം. ലെറ്റർ റൈറ്റിംഗിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എസ്സേ ആയിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ലെറ്ററിന്റെ ഫോർമാറ്റ് ഒന്നും നമുക്ക് വേണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിന് നമ്മുടെ ഹോം ടൗണിൽ നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സിനെ പറ്റി, ഈ അടുത്ത് കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ
സിറ്റിയിൽ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള തൊട്ടടുത്ത വീട് റെന്റിന് എടുത്തിട്ട് മമ്മൂട്ടി വന്ന് അവിടെ താമസിക്കുന്നു, ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ ടൗണിൽ എപ്പോൾ ഇറങ്ങിയാലും സിനിമാക്കാരാണ് മൊത്തം. സോ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി, നിങ്ങളുടെ റീസെന്റ് ഏറ്റവും അയൽപ്പക്കത്ത് നടന്ന ഇൻട്രസ്റ്റ്. ഇവിടെ ഒരു ഇമാജിനേറ്റീവ് ഫ്ലെയർ ഉണ്ട്. നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നതും അതാണ്. ലെറ്റർ എടുത്ത് മാറ്റിയപ്പം നമുക്ക് ആ ഒരു ഇമാജിൻ ചെയ്ത്, നമ്മുടെ കുട്ടികൾക്ക് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് കൊടുത്ത് കൂളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം, ആ ഒരു എലമെന്റ് അവിടുന്ന് പോയി. പിന്നെ നമുക്ക് എസ്സേ ഉണ്ട്. എസ്സേയിൽ നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആവാം, എങ്കിൽ പോലും ഇവിടെ വാല്യൂ പോയിന്റ്സിനാണ് വില ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തനതായിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. സോ അത്തരം കാര്യമാണ്. എസ്സേയിലും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. റൈറ്റ് അബൌട്ട് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ നെയ്ബർഹുഡ് റീസെന്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. നമുക്ക് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓപ്പൺ എൻഡഡ് ആണ് എസ്സേ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നമുക്ക് വളരെ സില്ലി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് വരാം. വരുമ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് എഴുതുക എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് പ്രിസി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിയെ പറ്റിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യും കേട്ടോ. നമ്മുടെ പ്രിസിയുടെ നമ്മുടെ ആപ്പിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രിസി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യാൻ. സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ട ഓരോ കാര്യങ്ങളും അസച്ച് എഴുതി പോയ കാര്യങ്ങളും, പിന്നെ അദ്ദേഹം കൊടുത്ത കുറെ ഡെഫിനിഷൻസ് ഒക്കെ ഭയങ്കര കോമിക്കലാണ്. സിഗരറ്റിനെ ഒരറ്റത്ത് പുകയും മറ്റേ അറ്റത്ത് ഒരു വിഡ്ഡിയും എന്നുള്ള രീതിയിലൊക്കെയാണ് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. സോ ആ ഡിക്ഷണറിയെ പറ്റിയുള്ള ഒരു കുഞ്ഞതല്ല, മീഡിയം ലെങ്ത് ഉള്ള ഒരു പ്രിസിയാണ് ചോദിച്ചിട്ടുള്ളത്. വലിയ പാടില്ലാത്തത് ഒന്ന് തന്നെയാണ്. പിന്നെ എസ്സേ റെഗുലർ പാറ്റേണിൽ 250 വേർഡ്സിന്റെ എസ്സേ ആണ്. 20 മാർക്കാണ് പറയുന്നത്. ഒരു എസ്സേക്ക് 20 മാർക്ക്. 2 എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊന്ന് സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു എസ്സേ വരുമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. 3 എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഒരെണ്ണം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ദ ലെസൺ ദാറ്റ് കേരള ലേൺഡ് ഫ്രം ദി ഫ്ലഡ്സ് ഓഫ് 2018. 2018 ഫ്ലഡ്സിൽ നിന്ന് കേരളം നേടിയെടുത്ത പാഠം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഒന്ന്, നമ്മൾ അതിജീവിച്ച് എപ്പോഴും ഒരു ലെസൺ എന്നൊക്കെ കാണുമ്പം നമ്മുടെ കുറ്റവും കുറവും മാത്രം പറയാൻ നിങ്ങൾ നിൽക്കരുത്. നമ്മൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് എഴുതണം. എങ്കിലും പോസിറ്റീവായിട്ട് തന്നെ എസ്സേ എന്ത് ചെയ്യണം, നമ്മൾ സർവൈവ് ചെയ്തത്. നമ്മളൊരു വലിയ വേൾഡ് മാതൃക തന്നെ കാണിച്ചു. നമ്മൾ മതി, നമ്മൾ സഫീഷ്യന്റ് ആയിരുന്നു. ഈവൻ ദോ നമുക്ക് ഫണ്ട്സ് ഒക്കെ പുറത്തുനിന്ന് വന്നു എങ്കിൽ പോലും നമ്മൾ സഫീഷ്യന്റ് ആയിരുന്നു. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് നമ്മുടെ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്, അത് നമ്മൾ ശരിക്കും പ്രാവർത്തികമാക്കിയ ഒരു മുഖമാണ് ഡിസാസ്റ്ററിന്റെ മുഖങ്ങളെല്ലാം തന്നെ. അങ്ങനെ എന്ത് ചെയ്യണം. പക്ഷെ നമ്മൾ പഠിച്ച പാഠം എന്താണ്? നമുക്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഇല്ലായിരുന്നു, നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് കുറവായിരുന്നു. ഇതിനുശേഷം 2017 ഒരു ഫ്ലഡ്, 18 ഒരു ഫ്ലഡ്. സോ അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളും, സോ നമ്മൾ എവിടെയൊക്കെ എക്കോ സെൻസിറ്റീവ് സോണുകൾ ഐഡന്റിഫൈ ചെയ്തത്, പിന്നെ നമ്മൾ പുനരധിവാസ പദ്ധതികളിൽ എങ്ങനെയാണ് പില്ലേഴ്സ് ഇട്ട് വീട് പണിതതും. സോ വി വെയർ ആക്ച്വലി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയായി മാറിയ കാര്യങ്ങളും ഒക്കെ എഴുതേണ്ടിയിരിക്കുന്നു. ദ ലെസൺ ദാറ്റ് കേരള ലേൺഡ് ഫ്രം ദി ഫ്ലഡ്സ് ഓഫ് 2018. ഓക്കെ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ആക്ച്വലി. രണ്ടാമത്തേത്, രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദ ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ടു സ്യൂട്ട് ഇൻ ദ 21st century വേൾഡ്. 21ാമത്തെ സ്റ്റിൽ റിലവന്റ് ആവും കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ചർച്ചകളിൽ നിൽക്കുന്ന ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 21st centuryയിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരിക്കണം അനുവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യു ക്യാൻ റൈറ്റ് അബൌട്ട് ഹൈബ്രിഡ് ലേണിംഗ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യു ക്യാൻ റൈറ്റ് അബൌട്ട് ഹോം സ്കൂളിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ആൻഡ് യു മേ ഹാവ് സം ഐഡിയാസ് അബൌട്ട് ദക്ഷിണ എന്ന് പറഞ്ഞൊരു പാരലൽ സ്കൂൾ സിസ്റ്റം കേരളത്തിലുണ്ട്. സമയം കിട്ടുമ്പം ദക്ഷിണ എന്ന് പറയുന്ന യൂട്യൂബ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അവർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്കൂളിംഗ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള സ്കൂളിംഗ് സിസ്റ്റം ഉണ്ട്. AI ജനറേറ്റഡ് ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയാം. പക്ഷെ ഓർക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം ആവരുത് നിങ്ങളുടെ എസ്സേ. സിംഗിൾ പോയിന്റ് ആവരുത്, കംപ്ലീറ്റ് എസ്സേ എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്. സോ യു ക്യാൻ റൈറ്റ് അബൌട്ട് ദാറ്റ്. അവിടുത്തെ ഉച്ച കഴിഞ്ഞുള്ള കുട്ടികളെ ഫ്രീ ആക്കുന്നതിനെ പറ്റിയും പഠനഭാരം ലഘൂകരിക്കുന്നതിനെ പറ്റിയും ഒക്കെ യു ക്യാൻ റൈറ്റ്. ആൻഡ് യു ക്യാൻ ഓൾസോ സജസ്റ്റ് ഇന്റർനാഷണൽ മോഡൽസ്. സ്വിറ്റ്സർലൻഡും ഫിൻലാൻഡും ഒക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷണൽ പോളിസീസിനെ പറ്റിയൊക്കെ പഠിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ലൈക്ക് എങ്ങനെയാണ് കുട്ടികളുടെ സ്കൂൾ ടൈമിങ് കുറയ്ക്കുന്നത്, ബേർഡൻ കുറയ്ക്കുന്നത്, ഈ ബുക്കുകളുടെ ഭാരം കുറയ്ക്കുന്നത്, ആൻഡ് സ്കൂൾ ബസ്സുകളിൽ തന്നെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ യു ക്യാൻ റൈറ്റ്. എല്ലാം കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കുക, വാല്യുബിൾ പോയിന്റ്സ് എഴുതുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടീച്ചേഴ്സിനെ പറ്റി എഴുതുക. എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രൈമറി എഡ്യൂക്കേഷനിലാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റി നേരെ തിരിച്ചാണ്. കോളേജിയേറ്റ് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത്. പക്ഷെ അങ്ങനല്ല. ഏറ്റവും നന്നായി കുട്ടികളെ പഠിപ്പിക്കേണ്ടതും ഏറ്റവും നന്നായി കുട്ടികളെ കെയർ ചെയ്യേണ്ടതും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് കുട്ടികളുടെ ഫ്രണ്ടിലോട്ട് എത്തേണ്ടതും പ്രൈമറി എഡ്യൂക്കേഷൻ കാലഘട്ടത്തിലാണ്. സോ യു ക്യാൻ സജസ്റ്റ് യുവർ ഓൺ ഒപ്പീനിയൻസ്, നിങ്ങളുടെ തന്നെ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അത്തരത്തിൽ എഴുതേണ്ട ഒരു എസ്സേ ആണിത്. സ്കോറിംഗ് ഈ എസ്സേ ആണ്. ഓക്കെ. ദെൻ 2020 നിങ്ങൾക്ക് അത്ഭുതം തോന്നും, സെയിം പാറ്റേണിൽ തന്നെയാണ് 2020 ക്വസ്റ്റ്യനിലാണ് ഒരു പാറ്റേൺ ചേഞ്ച് വരുന്നത്. അതാണ് നമ്മൾ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റർ റൈറ്റിംഗ് പോകുന്നത് 2022 സോ ഇവിടെ നമ്മളൊരു ഈ 2020 വരെയും ഇതായിരുന്നു പാറ്റേൺ എന്നുള്ളത് ചിലർക്കെങ്കിലും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിരിക്കും. ലെറ്റർ റൈറ്റിംഗ് 10 മാർക്സ്, പ്രിസി റൈറ്റിംഗ് 10 മാർക്സ്, എസ്സേ റൈറ്റിംഗ് 10 മാർക്സ്. ഇതാണ് 2020 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒന്ന്, രണ്ടില് ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതിയാൽ മതി. യൂണിയൻ മിനിസ്റ്റർക്ക് കത്തയക്കാനാണ്. സോ ഇവിടെ എഴുതുന്ന അഡ്രസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ വളരെ പൊട്ടത്തെറ്റുകളൊക്കെ എഴുതി വെക്കാറുണ്ട്. അതൊരു നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നോക്കാൻ കൂടിയാണ്, കുട്ടികളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നോക്കാൻ കൂടിയാണ്. യൂണിയൻ മിനിസ്റ്റർക്ക് എഴുതുന്ന കത്താണ് ന്യൂട്രീഷണൽ അവയർനെസ് ഇൻ സ്കൂൾ സിലബസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. വെരി ഇമ്പോർട്ടന്റ് എസ്സേ ടോപ്പിക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാം. യൂണിയൻ മിനിസ്റ്റർക്ക് എന്തിനാ കത്തെഴുതുന്നത്? സ്കൂളുകളിൽ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവും. എഡിറ്റർക്ക് ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയെ പറ്റി കത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർക്ക് കുട്ടികൾക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള അവയർനെസ് സിലബസിൽ ഉൾപ്പെടുത്തണം. അവരെന്നാലേ അതൊക്കെ കഴിക്കൂ. അതൊക്കെ കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ന്യൂട്രീഷൻ എടുക്കണം, എന്തുമാത്രം എടുക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം, ഉദ്ബോധിപ്പിക്കണം. അതുവഴി നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യണം. തെറ്റായ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ നമുക്കൊരു പാറ്റേൺ വിസിബിൾ ആയി ഇവിടെ. അതായത് കുട്ടികളുടെ ന്യൂട്രീഷൻ ഒബിസിറ്റിയെ പറ്റിയും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എസ്സേ ടോപ്പിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എസ്സേയിൽ നിന്നൊക്കെ മാറി ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ നിന്നൊക്കെ മാറിയാലും നമ്മളെല്ലാം അൽഫാം ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. ഇപ്പം ഞാനായാലും നിങ്ങളായാലും എല്ലാം. പക്ഷെ എന്താണ് അൽഫാമിന്റെ ഏറ്റവും വലിയ ത്രെറ്റ്? സ്കിന്നോട് കൂടിയാണ് നമ്മൾ ആ ഒരു ഡിഷ് പാകം ചെയ്യുന്നത്. സ്കിന്നിനടിയിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത്. ആ ഫാറ്റ് ഇത്രയും നമ്മൾ കൺസ്യൂം ചെയ്യുക. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു ജനറ്റിക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഫയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ പ്രശ്നം. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾ അൽഫാമിന്റെ കാര്യം എഴുതണമെന്നല്ല നമ്മൾ പറയുന്നത്. സോ ആക്ച്വലി കുറെ വാല്യൂ പോയിന്റ്സ് അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരാവുന്ന രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ, അസുഖങ്ങൾ ഒക്കെ ഉണ്ട്. ജനറ്റിക് ടെസ്റ്റുകൾ, ക്യാൻസർ പോലും നമുക്ക് ജനറ്റിക് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കാൻ പറ്റുകയും ലൈഫ് സ്റ്റൈലിൽ കൂടെ അത് വരാവുന്നത്, നമുക്ക് ഹാപ്പൻ ചെയ്യാവുന്നത് അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തില് നമ്മൾ എന്തുമാത്രം ഇതിനെപ്പറ്റിയൊക്കെ അവെയർ ആണ്. സ്ത്രീകളിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ നമുക്ക് ജനറ്റിക് ടെസ്റ്റിൽ, അതായത് നിർബന്ധമായിട്ടും അറിയണമെന്നല്ല, നമുക്കത് ജനറ്റിക്കലി വരാൻ, ഹെറിഡിറ്ററി ആയിട്ട് നമുക്കത് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാലത്തില് ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഏത് തരത്തിലാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെയൊക്കെ പറ്റി, അത് കുട്ടികളുടെ കാര്യം കേട്ടോ പറയുന്നത്, വലിയവരുടെ അല്ല, കുട്ടികളുടെ ന്യൂട്രീഷണൽ അവയർനെസ് കൊടുക്കണം. ഇപ്പൊ മില്ലറ്റ്സ് കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കാം. മില്ലറ്റ്സ് സൂപ്പർ ഫുഡ്സ് ആണ്. മില്ലറ്റ്സ് കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കാം. വെജിറ്റബിൾസിന്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സ്നാക്സ് ആയിട്ട് കൊണ്ടുവരുന്നത് സ്റ്റീം ചെയ്ത ഫുഡ് ആയിരിക്കണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് സജഷൻ, സൂപ്പർ സ്കോറിംഗ് ആയിട്ടുള്ള എസ്സേ ആണ്. അത്തരത്തിലുള്ള സൂപ്പർ സ്കോറിംഗ് ആയിട്ടുള്ള ലെറ്റർ ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നതിനെ പറ്റി, അത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആശയമാണ് യൂണിയൻ മിനിസ്റ്റർക്കാണ് കത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. നന്നായിട്ട് നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതിയാവും. 2, യങ്ങർ ബ്രദർ ഡൽഹി അർജന്റ് സിവിൽ സർവീസ് കരിയർ. ഞാൻ ജസ്റ്റ് കീവേഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. കീവേഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡൽഹിയിലുള്ള നിങ്ങളുടെ യങ്ങർ ബ്രദർ ആയിട്ടുള്ള
നിങ്ങളുടെ ഒരു കുഞ്ഞു ബ്രദർ, അവനെ എന്ത് ചെയ്യണം, സിവിൽ സർവീസ് പഠിക്കാൻ അവനെ ഇൻസ്പയർ ചെയ്യണം. എങ്ങനെ എഴുതും? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് ഹൗ, എന്താണ് ജീവിതത്തിന്റെ വിഷൻ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി മണി മേക്കിംഗ് മാത്രമല്ല, ഇതിനെക്കാട്ടിലും നമ്മുടെ നാട്ടിൽ സിവിൽ സർവീസിനെക്കാട്ടിലും പണം കിട്ടുന്ന, ശമ്പളം കിട്ടുന്ന ജോലികളുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സർവീസ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ യു ക്യാൻ സൈറ്റ് വൺ ഓർ ടു എക്സാമ്പിൾസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ IAS ഓഫീസറിന്റെ കഥകളും ഒക്കെ പറഞ്ഞ് ആ കുട്ടി ഇൻസ്പയർ ചെയ്യണം. ദെൻ അവന്റെ പേടി എന്തായിരിക്കും? സിലബസ് ആയിരിക്കും പേടി. അപ്പൊ ആ സിലബസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണം? സിലബസ് പേടിക്കണ്ട, എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ, നിങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ്, ഒരു കണ്ണ് അവിടെയും കാണും എന്നറിയാം. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ അതിനെ പറ്റിയൊക്കെ യു ക്യാൻ റൈറ്റ്. സോ അത്തരത്തിലുള്ളൊരു എസ്സേ ആയിരിക്കണം, അത്തരത്തിലുള്ളൊരു ലെറ്റർ ആയിരിക്കണം. പക്ഷേ ഇത് തന്നെ നിങ്ങൾക്ക് എസ്സേ ചോദിക്കാം, എന്തുകൊണ്ട് സിവിൽ സർവീസിന് ഡിമാൻഡ് കുറയുന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിക്കോസ് ഈ അടുത്ത് നടന്ന 1-2 റിസർച്ച് കാണിക്കുന്നു, കഴിഞ്ഞ ഒരു 5 വർഷം ആയിട്ട് ഔട്ട്സോഴ്സിംഗ് ആണ്, ബ്രെയിൻ ഡ്രെയിൻ ആണ് കുട്ടികൾക്ക് താല്പര്യം. അത്രമാത്രം നമ്മുടെ ആ പഴയ അത്രയും മാത്രം ഒരു തള്ളിക്കയറ്റം സിവിൽ സർവീസുകളിലേക്ക് ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് സർവീസിനെക്കാട്ടിലും നമ്മൾ പ്രോഫിറ്റ്, ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നോക്കി പോകുന്നത് കൊണ്ടാണ്. അതൊക്കെ എസ്സേ ആയിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ബ്യൂറോക്രസിയിൽ അനുഭവിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പ്രഷർ, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. ട്രാൻസ്ഫേഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്ന അപ്രതീക്ഷിതമായ ട്രാൻസ്ഫറുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ഥലം മാറ്റവും ഒക്കെ യു ക്യാൻ റൈറ്റ്. ദെൻ പ്രിസി ഒരു 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അനിമൽ റൈറ്റ്സിനെ പറ്റിയാണ്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തില് നമ്മൾ അനിമൽസിനെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് വരുന്ന ത്രെറ്റുകളെയൊക്കെ നമ്മൾ നേരിടാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഇല്ലായ്മയെ പറ്റി പറയുന്നു. വസുദൈവ കുടുംബകവും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ എല്ലാവരും, നീയും നരനും എല്ലാം അതിൽ പങ്കാളികളാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കോൺസെപ്റ്റ് ഇരിക്കുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രസിയാണ്. പ്രസി വലിയ ബുദ്ധിമുട്ടുള്ള, വലിയ ഭീകരമായിട്ടുള്ള പ്രസി ഒന്നും ചോദിച്ചിട്ടില്ല. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ് പ്രസി ചെയ്യണം, ലോങ് ആർസ് ചെയ്യണം. ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്നാലും ഫൈനൽ ലാപ്പിൽ 2 ലോങ് ആർസിയും 2 ലോങ് പ്രസിയും തരാം. എങ്കിൽ പോലും നിങ്ങൾക്കൊരു മീഡിയം ഷോർട്ട് അല്ലെങ്കിൽ മീഡിയം ലോങ് ആയിട്ടുള്ളതേ എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. വെരി ലോങ് നിങ്ങൾക്ക് ചോദിക്കാറില്ല. നിങ്ങളുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മീഡിയം ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ഷോർട്ട് ആയിട്ടുള്ള പാസേജുകളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഷോർട്ട് പ്രസിയും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യമേ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ആവശ്യമുള്ളൂ. എന്നിരുന്നാലും ഒരു ചോദിച്ചതല്ലേ, ഒരു ലോങ് ആർസിയും ഒരു ലോങ് പ്രസിയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സമയമുണ്ട്. 2 മാസത്തെ സമയം എന്ന് പറയുന്നത് റിവിഷന് ആവശ്യം പോലുള്ള സമയം നമുക്കുണ്ട്. പിന്നീട് എസ്സേ ആണ്. ലൈഫ് ഈസ് എ കോൺസ്റ്റന്റ് നെഗോഷിയേഷൻ അഗെയിൻ ഫിലോസഫിക്കൽ. നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫിക്കൽ എസ്സേസ് വരുമ്പോൾ ബെറ്റർ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് എടുക്കാനാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. എന്നാൽ ഒരു 5-6 ഫിലോസഫിക്കൽ എസ്സേസിന്റെ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ സാമ്പിൾ ഫിലോസഫിക്കൽ എസ്സേയും തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ബെറ്റർ തൊട്ടടുത്ത ജനറൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സ്കോർ ചെയ്യാൻ അതാണ് നല്ലത്. ദ ആറ്റിറ്റ്യൂഡിനൽ ഇമ്പാക്ട് ഓഫ് കോവിഡ് പാൻഡമിക് ഓൺ ഹ്യൂമൻ കൈൻഡ്. മനുഷ്യന് 2 കീ ടേംസ് ഉണ്ടേ. കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡിനൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട്? നമ്മൾ കുറച്ചുകൂടി ഹെൽത്തിനെ കെയർ ചെയ്യുന്നു, സാനിറ്റൈസേഴ്സിന്റെ യൂസ്, കുറച്ചുകൂടി ഹൈജീൻ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഡിസീസിന്, ബട്ട് എപ്പോഴും ഉള്ളിൽ ഒരു ഡിസീസിന്റെ പേടിയുണ്ട്. റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നും കൂടി ഓർത്തിരിക്കാം. ദെൻ ഫാമിലി റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് ആയി. റീപ്രൊഡക്ഷൻ ബ്ലൂം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 2 വർഷം, ലോക്ക്ഡൌണിന്റെ വർഷം, ഒരുപാട് പേര് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. തമാശയായിട്ട് പറയുമ്പോൾ പോലും ഇതിന് മറ്റൊരു ആസ്പെക്ട് ഉണ്ട്. 2 വ്യക്തികൾ തമ്മിലുള്ള മാനസിക അടുപ്പം കൂട്ടിയ കാര്യം കൂടിയാണ്. വീടുകളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, പുറത്തു പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. സോ ആൾക്കാർ കുറച്ചുകൂടി മാനസികമായി അടുത്തതിന്റെ ലക്ഷണം കൂടി ആയിട്ടൊക്കെ ഈ ടൈമിന് നമ്മൾ പറയാറുണ്ട്. ദെൻ പിന്നീട് നമ്മൾ കുറച്ച് ഹെൽത്ത് വൈസ് നമുക്ക് എന്തൊക്കെ മാറ്റം വന്നു, നമ്മുടെ ഹോൾ സിസ്റ്റത്തിൽ ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്ക് വരുന്നു. സോ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. ഓക്കെ, 2022 മോഡലാണ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ മോഡലാണ് കേരളം ഒന്നാകെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം,
ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു സിലബസ് റിവിഷൻ വന്ന ഇയർ ആണ് 2022 എന്ന് പറയുന്നത്. 2022 നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യനെ ആദ്യം കാണുന്നത്. സോ വന്നതേ ഉള്ളൂ. റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യനെ കാണുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ വെച്ച് 2x10, അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 10 ക്വസ്റ്റ്യൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻ എന്ന് ഓർത്തിരിക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം, അന്ന് RC ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആവും എന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള RC ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള RC ആയിട്ടാണ് ഇത് വന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കോമൺ ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന്റെ പാറ്റേണിലേക്ക് ഹൈക്കോടതി പരീക്ഷയെ ചുവട് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിക്സഡ് സിലബസ് ആവാനാണ് സാധ്യത. റീഡിംഗ് കോംപ്രിഹെൻഷൻ, എസ്സേ റൈറ്റിംഗ്, അതുപോലെ തന്നെ പ്രിസി, ഇതൊരു സ്റ്റാൻഡേർഡ് റൂളായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ 20 മാർക്കിന്റെ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് RCക്ക് വന്നതെന്ന് കൂടി ഓർത്തിരിക്കാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇൻഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. RC അത്തരത്തിലൊരു RC ആണ് കഴിഞ്ഞു പോയത് വന്നത്. ദെൻ 2 ടോപ്പിക്, അഗൈൻ ഇത്രയും നാള് നമ്മൾ കണ്ടത് 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി എഴുതിയാൽ മതി. 20 മാർക്കിനാണ്, 250 വേർഡ്സ് ആണ്. കംപ്ലീറ്റ് എസ്സേയുടെ ആ ഒരു സിലബസെ മാറ്റിക്കൊണ്ട് 150 വേർഡ്സ് ആയി, ഷോർട്ട് എസ്സേ ആയി, 3 ടോപ്പിക്കിൽ 2 എണ്ണം എഴുതണം എന്നുള്ളതായി. സോ ഇതുവരെ ഉണ്ടായിരുന്ന ആ പാറ്റേൺ കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് 2022 ക്വസ്റ്റ്യൻ വന്നത്. 150 വേർഡ്സ് ആയി, 3 എസ്സേയിൽ 2 എണ്ണം. ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് എസ്സേ റൈറ്റിംഗ്. ആക്ച്വലി ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന പല കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെയും സ്റ്റാൻഡേർഡ് എസ്സേ റൈറ്റിംഗ് സ്റ്റൈൽ. 3 എണ്ണത്തിൽ 2, അതിൽ ഒന്ന് ജനറൽ ആയിരിക്കും, ഒന്ന് കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിരിക്കും, ഒന്ന് ഫിലോസഫിക്കൽ ആയിരിക്കും. ഇത് 3 നമ്മൾ പറഞ്ഞതാണ്. ഷോർട്ട് എസ്സേസ് ആണ് 150 വേർഡ്സ് വെച്ച് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ജുഡീഷ്യൽ എസ്സേ കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 10ഓളം ജുഡീഷ്യൽ എസ്സേ ടോപ്പിക്സ് നമ്മൾ പറയുന്നുണ്ട്. ജുഡീഷ്യൽ എസ്സേ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ കേസസ് ഇൻക്ലൂഡ് ചെയ്യണം, കേശവാനന്ദ ഭാരതി തൊട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ ആദ്യത്തെ എസ്സേ ജനറൽ എസ്സേ ആണെങ്കിലും ജുഡീഷ്യൽ പ്രോസസ്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. പാൻഡമിക് ജുഡീഷ്യൽ പ്രോസസ്സിൽ എന്ത് പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ജുഡീഷ്യറിയെ ഡിജിറ്റലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമ്മൾ PYQ കിട്ടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ വന്നതാണ്. ജുഡീഷ്യൽ പ്രോസസ്സിൽ ഒന്ന് പാൻഡമിക്കിന്റെ പങ്ക്, പാൻഡമിക് എന്ത് പങ്ക് വഹിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ജുഡീഷ്യറി പ്രോസസ്സ് ഡിജിറ്റലൈസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ. ഹൈബ്രിഡ് ലേണിംഗിന്റെ പ്രത്യേകത എന്താണ്? ഹൈബ്രിഡ് ലേണിംഗ് അന്ന് കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്വിച്ച് ചെയ്യുന്നത്. അതുവരെ ഓഫ്ലൈൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പോലും വിക്ടേഴ്സ് TV ഉൾപ്പെടെ ഗൂഗിൾ മീറ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഹൈബ്രിഡ് ലേണിംഗിന്റെ ആ ഒരു മെക്കാനിസത്തിലോട്ട് വരികയും അത് ഏതാണ്ട് 90% സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു, പഠിത്തം കുറഞ്ഞു. എങ്കിൽ പോലും ആ ഒരു കോവിഡ് ടൈമിൽ, ആ ഒരു പാൻഡമിക് ടൈമിൽ നമ്മുടെ എഡ്യൂക്കേഷനെ സർവൈവ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് ഹൈബ്രിഡ് ലേണിംഗ്. ഇപ്പോൾ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താണ് അഡ്വാൻറ്റേജസ്? കോസ്റ്റ് ഓഫ് ടൈം, എക്സ്പെൻസ് കുറവാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മുടെ പേസിന് പഠിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കോഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഹൈബ്രിഡ് ലേണിംഗ് വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ട്രയൽ മൈ മീഡിയ ട്രയൽ. ഒരു എസ്സേ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ്. രഞ്ജിത് സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന്റെ വാല്യൂ പോയിന്റ്സും മറ്റൊരു വീഡിയോ ആയിട്ടും പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. മുൻപത്തെ PYQ ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തതാണ്. പ്രിസി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വൈറസ് എന്നുള്ളതായിരുന്നു ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഒരു സഡൻ ആയിട്ടാണ് ഒരു ചേഞ്ച് വരുന്നത്, പാറ്റേൺ ചേഞ്ച് സഡൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. 150 വേർഡ് എസ്സേ വന്നതേ ഉള്ളൂ, നമുക്ക് എന്തായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും വേർഡ് കൗണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. എത്ര വേർഡിന്റെ എസ്സേ ആണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം. അവസാന സമയമാണ്, നമുക്ക് ഇത്രയും സമയം കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ട് എടുക്കണം. റിവിഷൻ ചെയ്യാനും കോഴ്സ് തീർക്കാനും നിങ്ങളെ എല്ലാ വീഡിയോസും കണ്ടു തീർക്കാനും മോക്ക് ടെസ്റ്റുകൾ എഴുതാനും ഒക്കെ നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സമയമുണ്ട്. എൻട്രിയുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇനിയും സ്വയം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിന് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ജനറൽ പേപ്പറിന് GKയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ധാരണ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമാവുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു ഫിൽറ്റർ മെത്തേഡിൽ
കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു എസ്സേ 2 തരത്തിൽ പഠിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റുഡൻസ് വന്നൊരു റിക്വസ്റ്റ് ആണ്, ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് 2024 ബഡ്ജറ്റിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു എസ്സേക്ക് വേണ്ടിയും പഠിക്കാം, നമുക്കത് ഒബ്ജക്റ്റീവ് ആയിട്ടും പഠിക്കാം. അപ്പൊ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഏത് രീതിയിൽ പഠിച്ചാൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി മെത്തേഡ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ 2 മാസം 60 ദിവസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഒരു സൺഡേ ആയിരിക്കും പരീക്ഷ എന്ന് നമുക്കറിയാം. ലാസ്റ്റ് വീക്കാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന 2 മാസം ഉണ്ട്. നിങ്ങൾ വർക്കിംഗ് ഒക്കെ ആയവരാണെങ്കിൽ ഓണത്തിന്റെ ഒരു വലിയ അവധിയുണ്ട്. കുറച്ച് സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു വലിയ സാധ്യതയാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. താങ്ക് യു.